ഇന്ന് നമ്മൾ കണ്ടത് നല്ല പെൺകുട്ടി അല്ലായിരുന്നു പപ്പ. എനിക്കും പപ്പയ്ക്കും ആ ചേച്ചിയെ നല്ലോണം ഇഷ്ടമാവുകയും ചെയ്തു ഏട്ടാ. എൻ്റെ ഏട്ടത്തിയമ്മ ആവാൻ പറ്റിയ ചേച്ചിയാ. ആ മുടിയും ചിരിയുമൊക്കെ എന്ത് ഭംഗിയാണെന്നോ. ഏട്ടൻ ചെന്നൊന്ന് കണ്ടു നോക്ക്, ഏട്ടനും ഇഷ്ടമാവും. ഈ മമ്മിക്കാണ് ഇഷ്ടമാവാത്തത്. മമ്മിക്ക് ആരെയും പറ്റില്ല, എല്ലാവർക്കും ഓരോ കുറ്റം കണ്ടുപിടിക്കും ഈ മമ്മി. പപ്പയുടെയും ഏട്ടൻ്റെയും നടുവിലിരുന്ന് റിയ മമ്മി ലിൻഡയ്ക്ക് നേരെ പരിഭവം പറഞ്ഞതും അവളെ അത്ര നേരം കേട്ടുകൊണ്ടിരുന്ന ലിൻഡയുടെ നോട്ടം അവളുടെ നേരെ കൂർത്തു. പിന്നെ ഇത്തിരി മുടിയും ചിരി ഉണ്ടായാൽ എല്ലാം ആയല്ലോ. നിനക്ക് എന്തിനാ കേടാ പെണ്ണേ? എൻ്റെ മോൻ എങ്ങനെയുള്ള പെണ്ണ് വേണമെന്ന് അവൻ്റെ അമ്മയായ എനിക്കറിയാം. എൻ്റെ ഇഷ്ടം തന്നെയാണ് എൻ്റെ മോനും. ഞാൻ കണ്ടുപിടിച്ച് കൊടുത്തോളും അവന് ചേർന്നൊരു പെൺകുട്ടിയെ. അവന് അത്രയ്ക്കും വലിയ വയസ്സൊന്നുമില്ലല്ലോ, 25 ആയിട്ടേ ഉള്ളൂ. ഇഷ്ടം പോലെ സമയമുണ്ട് നല്ലൊരു കുട്ടിയെ കണ്ടെത്താൻ, അല്ലടാ മോനെ. റിയക്കരികിൽ തങ്ങളുടെ എല്ലാ സംസാരം ചിരിയോടെ കേട്ടിരിക്കുന്ന റിയാൻ്റെ മുഖത്ത് അരുമയോടെ തലോടി ലിൻഡ ചോദിച്ചതും അവരുടെ തോളിലേക്ക് ചാഞ്ഞിരുന്നു റിയാൻ. എൻ്റെ മമ്മിക്ക് നല്ലോണം ഇഷ്ടമായ കുട്ടിയെ മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അതും എൻ്റെ മമ്മി കണ്ട് ഇഷ്ടപ്പെട്ട് കാണിച്ചു തരുന്ന പെൺകുട്ടിയെ പോരെ. ഓ, അല്ലെങ്കിലും നിങ്ങൾ രണ്ടാളും പണ്ടേ ഒരു സെറ്റല്ലേ. ഞാനും എൻ്റെ പപ്പയും പാവങ്ങൾ അല്ലേ പപ്പ? റിയ മമ്മിയെയും ഏട്ടനെയും നോക്കി കൊതി കുത്തി പറഞ്ഞത് കേട്ടവളെ വാത്സല്യത്തോടെ തന്നോട് ചേർത്ത് പിടിച്ചു പീറ്റർ. എന്തായി മോനെ റിയാൻ പീറ്ററെ, നിന്റെ മമ്മി ഇന്ന് കാണാൻ പോയ പെണ്ണിൻ്റെ കാര്യം മമ്മിക്ക് ഓക്കെ ആയോ? നമ്മൾ പോവാറായോ? അലസമായി ക്ലബിൽ ന്യൂസ് പേപ്പർ മറിച്ചു നോക്കിയിരുന്ന റിയാൻ്റെ പുറത്തൊന്ന് തല്ലി നൗഫൽ ചോദിച്ചതിനൊരു പുഞ്ചിരി മാത്രമാണ് റിയാൻ്റെ മറുപടി. മമ്മിക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടില്ലാന്ന്. ഇതിപ്പോൾ നിനക്ക് വേണ്ടി നിൻ്റെ മമ്മി പോയി കാണുന്ന 6ാമത്തെയോ മറ്റോ പെണ്ണല്ലേടാ? ഇത്ര വലിയ എന്ത് സങ്കല്പമാണടാ നിൻ്റെ മമ്മിക്ക് നിൻ്റെ പെണ്ണിനെ പറ്റി? അത്ഭുതവും അമ്പരപ്പും നിറഞ്ഞിരുന്നു നൗഫലിൻ്റെ ചോദ്യത്തിൽ. മമ്മിക്ക് എങ്ങനെയുള്ള പെണ്ണിനെയാണോ മരുമകളായി വേണ്ടത്, അങ്ങനെ ഒരാളെ തന്നെ മമ്മി കണ്ടെത്തട്ടെ. എന്നിട്ടേ ഞാൻ കേട്ടു. എൻ്റെ മമ്മിയുടെ ഇഷ്ടവും സന്തോഷമാണ് എൻ്റെ സന്തോഷം. എൻ്റെ മമ്മിയുടെ ഇഷ്ടത്തിനപ്പുറം ഒരു ഇഷ്ടം എനിക്കില്ലാന്ന് നിനക്കും അറിയില്ല നൗഫലെ. മമ്മിയോടുള്ള സ്നേഹം നിറയുന്ന റിയാൻ്റെ വാക്കുകൾക്ക് മനോഹരമായൊരു ചിരിയോടെ അവനെ നോക്കി നൗഫൽ. റിയാൻ്റെ രണ്ടാനമ്മയാണ് സത്യത്തിൽ ലിൻഡ. റിയാന് 3 വയസ്സുള്ളപ്പോൾ ഒരപകടത്തിൽ മരിച്ചു പോയതാണ് അവനെ പ്രസവിച്ച മേരി. കുറേ കാലം മകനു വേണ്ടി മാത്രം ജീവിച്ച പീറ്റർ ബന്ധുക്കളുടെ നിർബന്ധം സഹിക്കവയ്യാതെ ലിൻഡയെ തങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടുമ്പോൾ റിയാന് പ്രായം 15. അവൻ്റെ കൂടി നിർബന്ധമായിരുന്നു പപ്പയുടെ ജീവിതത്തിലൊരു കൂട്ട് വേണമെന്നത്, അവനൊരു മമ്മി വേണമെന്നത്. ലിൻഡയുടെയും സെക്കൻഡ് മാരേജാണ്. ആദ്യ ബന്ധത്തിലെ മകളാണ് ലിയ. അന്നവൾക്ക് 8 വയസ്സാണ്. ആ അമ്മയെയും മകളെയും റിയാനും പീറ്ററും കുടിയിരുത്തിയത് സ്വന്തം ജീവിതത്തിലേക്ക് മാത്രമല്ല, അവരുടെ ഹൃദയങ്ങളിലേക്ക് കൂടിയാണ്. റിയാൻ്റെ പ്രാണനാണ് ലിൻഡയും ലിയയും. അവൻ എന്തു പറഞ്ഞു തുടങ്ങിയാലും അത് അവസാനിക്കുക അവരമ്മയിലും മകളിലുമാണ്. നൗഫലിനും അറിയാമത്. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങിയതും ഒരു ദിവസം റിയാൻ ഓടി അണച്ച് ടൗണിലെ ഹോസ്പിറ്റലിൽ ICUവിന് മുൻപിലെത്തിയതും കണ്ടു. കൈക്കുള്ളിൽ മുഖം മറച്ച് കുനിഞ്ഞിരിക്കുന്ന പപ്പയെയും പപ്പയ്ക്കരികിൽ ഒഴുകുന്ന മിഴികളോടെ ഇരിക്കുന്ന ലിയയെയും. പപ്പ! കണ്ണീരോടെയുള്ള റിയാൻ്റെ നിലവിളി ആ ഹോസ്പിറ്റലിൻ്റെ കോറിഡോറിനുള്ളിൽ നിറഞ്ഞു. മമ്മിക്ക് ഒട്ടും ശ്രദ്ധയില്ലായിരുന്നോ സ്റ്റെയർ ഇറങ്ങുമ്പോൾ? അതിൻ്റെ മുകളിൽ നിന്ന് വീഴുക എന്ന് പറഞ്ഞാൽ ഓർക്കുമ്പോൾ പോലും പേടിയാവുന്നു പപ്പ. നീ ഉണ്ടായിരുന്നില്ല മോളെ വീട്ടിൽ? പീറ്ററിൻ്റെ തോളിൽ ചാഞ്ഞ് കരഞ്ഞു റിയാൻ. ഞാനുണ്ടായിരുന്നേട്ടാ വീട്ടിൽ. ശബ്ദവും കരച്ചിലും കേട്ട് വന്ന് ഞാൻ നോക്കുമ്പോഴാണ് മമ്മി വീണ് കിടക്കുന്നത് ഞാൻ കണ്ടത്. ഞാനാണ് പപ്പയെ വിളിച്ചതും മമ്മി ഇങ്ങോട്ട് കൊണ്ടുവന്നതും. കണ്ണീരുണങ്ങാത്ത മുഖത്തോടെ പറയുന്ന ലീയെ തന്നോട് ചേർത്ത് പിടിച്ചു പീറ്റർ. വീഴ്ചയിൽ നട്ടലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ലിൻഡയ്ക്കെന്ന അറിവ് ആ കുടുംബത്തെ തകർത്തു. റിയാൻ ആകെ തളർന്ന് ലിൻഡയുടെ വീഴ്ചയിൽ. ലിൻഡയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടും അവൾക്കരികിൽ നിന്ന് മാറാതെ അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു പോന്നു റിയാൻ. ലിൻഡയും ഏത് കാര്യത്തിനും റിയാനെ മാത്രം വിളിക്കാൻ തുടങ്ങി. ഏട്ടൻ എന്തിനാണ് എല്ലായ്പ്പോഴും മമ്മിയുടെ അടുത്തിങ്ങനെ ഇരിക്കുന്നത്? ലീവ് ക്യാൻസൽ ചെയ്ത് ഓഫീസിൽ പോവാൻ നോക്ക് ചേട്ടാ. മമ്മിയെ നോക്കാനൊരു ഹോം നഴ്സിനെ വെച്ചാൽ മതി, അല്ലാതെ ചേട്ടൻ ഇങ്ങനെ കാവൽ നിൽക്കണ്ട. കോളേജ് വിട്ട് വന്ന ലിയ മമ്മിയുടെ ബെഡിലിരുന്ന് എന്തോ തമാശ പറഞ്ഞ് ചിരിക്കുന്ന റിയാനോട് ശബ്ദം ഉയർത്തി പറഞ്ഞതും അവളെ ഞെട്ടി നോക്കി റിയാൻ. ലിയയുടെ അന്നേരത്തെ ശബ്ദവും മുഖഭാവവും എല്ലാം അവൻ അപരിചിതമാണ്. ഇത് നമ്മുടെ മമ്മിയല്ലേ മോളെ? നമ്മളല്ലേ മമ്മി നോക്കേണ്ടത്, അല്ലാതെ ഹോം നേഴ്സാണോ? നിനക്ക് എന്തു പറ്റില്ല? ലിയയ്ക്കരികിൽ ചെന്ന് റിയാൻ ചോദിച്ചതും അവനെ തള്ളി മാറ്റി കിടക്കുന്ന ലിൻഡയ്ക്കരികിലെത്തി ലിയ. മമ്മി പറ. റിയാൻ മമ്മിയുടെ മകനാണോ? റിയാനെ സ്വന്തം മകനായിട്ടാണോ മമ്മി കാണുന്നതും ഇത്ര നാൾ കണ്ടിരുന്നതും? ലിയയുടെ ചോദ്യം കേട്ടതും റിയാൻ പകപ്പോടെയും ഞെട്ടലോടെയും അവളെ നോക്കി. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു പുറത്തുനിന്ന പീറ്ററിലും. നീ എന്താ മോളെ ചോദിക്കുന്നത്? നിങ്ങളെൻ്റെ സ്വന്തം അല്ലേ?
ഞാൻ നിന്റെ മമ്മിയുടെ മോനല്ലേ? ലിയയോട് ചോദിക്കുന്നതിനൊപ്പം ലിൻഡയെ നോക്കി റിയാൻ പരിഭ്രമിച്ചു. ലിയയെ ഭയത്തോടെ നോക്കുന്നവരെ കണ്ട്. ചോദിച്ചതിന് ഉത്തരം പറ മമ്മി. റിയാൻ മകനാണോ മമ്മിക്ക്? ലിയയുടെ ചോദ്യത്തിന് അതേയെന്ന് മറുപടി പറയാൻ ലിൻഡ വാ തുറന്നതും തൻ്റെ ജീനിൻ്റെ പോക്കറ്റിൽ നിന്നൊരു ഫോൺ എടുത്തുയർത്തി ലിയ. അത് കണ്ടതും വിളറി ലിൻഡയുടെ മുഖം. ചേട്ടനെ ഇവരൊരു മകനായിട്ട് കണ്ടിട്ടില്ല ചേട്ടാ. കണ്ടിരുന്നെങ്കിൽ ഇവരിങ്ങനെയൊന്നും. പൂർത്തീകരിക്കാതെ ലിയ ഫോൺ നീട്ടിപ്പിടിച്ചതും കണ്ടു. റിയാൻ ലിൻഡയുടെ ആ ഫോണിൽ നിറയെ തൻ്റെ ഫോട്ടോകൾ. ലിൻഡയുമായി റിയാന് മറ്റൊരു ബന്ധമാണുള്ളതെന്ന് വ്യക്തമാക്കുന്ന തരം ഫോട്ടോ. എല്ലാം തന്നെ എഡിറ്റിംഗാണ്. പകപ്പോടെ ലിയയെ നോക്കിയവൻ. ഇവരുടെ മനസ്സിൽ ഏട്ടൻ ഇവരുടെ കാമുകനും ഭർത്താവും ഒക്കെയാണ് ചേട്ടാ. ഏട്ടൻ്റെ ജീവിതത്തിലേക്കൊരു പെണ്ണ് വരാനൊന്നും ഇവരൊരിക്കലും സമ്മതിക്കില്ല. ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് എൻ്റെ ഏട്ടൻ്റെ ഫോട്ടോ നോക്കി കാമക്കണ്ണോടെ ശൃംഗാര ശബ്ദത്തിൽ ഇവർ സംസാരിക്കുന്നത്. ഏട്ടൻ്റെ വസ്തുക്കളെല്ലാം ഭ്രാന്തമായ ആവേശത്തോടെ ചുംബിക്കുകയും തലോടുകയും ഏട്ടനോടെന്ന പോലെ പ്രണയ പരവേശത്തോടെ സംസാരിക്കുകയും ചെയ്യുന്ന ഇവരെ ഞാൻ ഇതിൻ്റെ പേരിൽ ചോദ്യം ചെയ്ത അന്ന് എന്നെ തട്ടിമാറ്റി വേഗത്തിൽ പടിയിറങ്ങാൻ നോക്കിയതുകൊണ്ടാണ് ഇവർക്ക് ഈ അപകടം ഉണ്ടായതുപോലും. ലിയ പറയുന്ന ഓരോന്നും ശ്വാസം കഴിക്കാൻ മറന്ന് കേട്ട് തരിച്ചു നിന്നു റിയാൻ. ഇതൊന്നും കാണിക്കുകയും പറയുകയില്ലായിരുന്നു ഏട്ടാ. ഇവരീ കിടപ്പിലെങ്കിലും ഇവരുടെ സ്വഭാവം നന്നാക്കിയിരുന്നെങ്കിൽ എൻ്റെ ഏട്ടനല്ലേ. ഒന്നും കണ്ടില്ലെന്ന് നടിക്കാനും വയ്യ ഏട്ടാ. അതുകൊണ്ട് തുറന്നു പറഞ്ഞതാണ് പലതും. പൊട്ടിക്കരച്ചിലൂടെ പറയുന്നവളെ ആശ്വസിപ്പിക്കാൻ കൂടി സാധിക്കാതെ തിരിച്ചു നിന്നു റിയാനും പീറ്ററും. 2 വർഷങ്ങൾക്കിപ്പുറം റിയാൻ ഇഷാനിയുടെ കഴുത്തിൽ താലി ചാർത്തുന്നത് ദൂരെ നിന്ന് തികച്ചു അന്യയായി നോക്കി നിന്ന് കണ്ടു ലിൻഡ. റിയാനൊപ്പം സഹോദരിയുടെ സ്ഥാനത്ത് നിറഞ്ഞ സന്തോഷത്തോടെ ലിയ നിൽക്കുന്നത് കണ്ടതും വേഗം അവിടെ നിന്ന് തൻ്റെ നോട്ടം മാറ്റി ലിൻഡ. ലിയയുടെയും റിയാൻ്റെയും തീരുമാനമാണ് തന്നിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത്. അവർക്കൊപ്പം പീറ്ററും ചേർന്നതോടെ ആ വീട്ടിലെ ആരുമല്ലാതായി ലിൻഡ. എഴുന്നേറ്റ് നടക്കാമെന്നതായതും സ്വയം തൻ്റെ കാര്യങ്ങൾ ചെയ്തൊതുങ്ങിക്കൂടി ലിൻഡ ആ വീട്ടിൽ. എല്ലാവരുടെയും വെറുപ്പും ഏറ്റുവാങ്ങി സ്വയം ശിക്ഷിച്ചുകൊണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.